be so proud of your country. You're going to be so proud of your president. We're going to turn it around and we're going to start winning again. We're going to win so much. We're going to win at every level. We're going to win so much. You may even get tired of winning and you'll say, please, please, it's too much winning. We can't take it anymore. Mr. President, it's too much. And I'll say, no, it isn't. We have to keep winning. We have to win more. We're going to win more. We're going to win so much. വെറും ഒരു ദിവസം കൊണ്ട് ലോകത്തെ ഏറ്റവും ശക്തരായ കോടീശ്വരന്മാർക്ക് കോടികളാണ് നഷ്ടമായിരിക്കുന്നത്. കാരണക്കാരനായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 2-ന് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കം, അതായത് റിറ്റാലിയേറ്ററി ടാരിഫ്സ്, ആഗോള വിപണിയിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. വാർത്ത പുറത്തു വന്നതോടെ ഓഹരി വിപണി തകർന്ന തരിപ്പണമായി പോവുകയും വലിയൊരു സാമ്പത്തിക ചലനം രൂപപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിലെ 500-ലേറെ കോടീശ്വരന്മാർക്കാണ് പെട്ടെന്ന് തന്നെ 20,800 കോടിയോളം ഡോളറിന്റെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ തകർച്ചകളൊന്നായി ഇത് മാറിയിരിക്കുകയാണ്. മറ്റൊരു രാജ്യം ആദ്യം താരിഫ് ചുങ്കം ചുമത്തിയാൽ അതിന് തിരിച്ചടി നൽകുന്ന പോലെ അമേരിക്കയും ഉൽപ്പന്നങ്ങളിൽ അതേപോലെ കനത്ത ചുങ്കം ചുമത്തുകയാണ് ഇപ്പോൾ. ഏപ്രിൽ 2-ന് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കം ചൈന, യൂറോപ്പ്, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഏതാനും ഉൽപ്പന്നങ്ങൾ കനത്ത ചുങ്കങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് വലിയ കമ്പനികളുടെ ഓഹരികൾക്ക് തകർച്ചയാണ് നേരിടാൻ സംഭവിച്ചത്. അതോടെ കോടീശ്വരന്മാർക്ക് വമ്പൻ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ നഷ്ടം അനുഭവിച്ച കോടീശ്വരന്മാർ മെറ്റ, ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗിന് നഷ്ടം 1,790 കോടി ഡോളർ, ഏകദേശം 9% ഓഹരി ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബിസോസിന് 1,590 കോടി ഡോളറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, 9% ഇടിവ്. ഇത് 2022 ഏപ്രിലിന് ശേഷം ആമസോണിന് സംഭവിച്ച ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കിന് 1,100 കോടി ഡോളർ, ഏകദേശം 5.5% ഓഹരിയുടെ ഇടിവ്. ട്രംപിന്റെ അടുത്ത സുഹൃത്തായ മസ്കിന് പോലും ഈ പകരച്ചുങ്കത്തിന്റെ ആഘാതത്തിൽ നിന്നും കരകയറാൻ സാധിച്ചില്ല. ഇവരെ കൂടാതെ നിരവധി US കോടീശ്വരന്മാരാണ് ഈ പകരച്ചുങ്കത്തിന്റെ താളം താങ്ങാനാവാതെ നഷ്ടത്തിലായത്. ഡെൽ ടെക്നോളജിയുടെ സ്ഥാപകൻ മൈക്കൽ ഡെൽ 951 കോടി ഡോളർ, ഓർക്കലിന്റെ സ്ഥാപകൻ ലാറി എൽസൺ 810 കോടി ഡോളർ, ജെൻസൺ ഹുവാങ് NVDA 736 കോടി ഡോളർ, ലാറി പേജ് ഗൂഗിൾ 479 കോടി ഡോളർ, സർജി ബ്രിൻ ഗൂഗിൾ 446 കോടി ഡോളർ, തോമസ് പീറ്റർ ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് 406 കോടി ഡോളർ. ഇവരുടെ ഏകദേശം പകുതിയോളം നഷ്ടം വെറും 24 മണിക്കൂറിനുള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത്. പകരച്ചുങ്കം വന്നതോടെ കമ്പനികളുടെ ഉൽപ്പാദന ചെലവ് ഉയർന്ന് ഉപഭോക്താക്കൾക്ക് കൂടിയ വില ഉൽപ്പന്നങ്ങൾ ഡിമാൻഡ് കുറവായി, കമ്പനികളുടെ ലാഭം കുറഞ്ഞു, ഓഹരികൾ വിറ്റഴിയാൻ നിക്ഷേപകർ തുടങ്ങി. ഇത് വിപണിയിൽ വലിയ സെൽ ഓഫായി മാറിയിരിക്കുകയാണ്. പ്രധാന US വിപണികൾ പെട്ടെന്ന് തന്നെ 2-3% തകർന്നടിച്ചത് ഭീതിയുടെ തെളിവാണ്. ട്രംപിന്റെ ഈ നീക്കം ആഗോള വ്യാപാരത്തെ എങ്ങനെ ബാധിക്കും? പകരച്ചുങ്കങ്ങൾ തുടരുകയാണെങ്കിൽ അഗാധമായ ആഗോള സാമ്പത്തികം ഉണ്ടാകുമോ? ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഇതിന്റെ എത്രത്തോളം ഫലമുണ്ടാകും? ഇതൊക്കെ അറിയാൻ നിങ്ങൾ വീണ്ടും ബോബി സ്റ്റോക്ക് പിന്തുടരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.